സുഹൃത്തുക്കളെ, പ്രകൃതിയുടെ ഏറ്റവും വലിയ ശക്തി ഏതാണെന്നറിയാമോ? അത് മൗനം മാത്രമാണ്. ഒരു വൻ കൊടുങ്കാറ്റ് രൂപപ്പെടുന്നതിനു മുൻപ് അന്തരീക്ഷത്തിൽ എത്രത്തോളം ആഴത്തിലുള്ള ഒരു ശാന്തതയുണ്ടാകുമോ, ഒരു വിത്ത് മണ്ണ് പിളർന്നു മുളയ്ക്കുന്നതിനു മുൻപ് ഭൂമിക്കുള്ളിൽ എത്രത്തോളം രഹസ്യമായ ഒരു നിശബ്ദത നിലനിൽക്കുമോ, അതുപോലെ തന്നെയാണ് പ്രപഞ്ചം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുന്നതിനു മുൻപും നിങ്ങളെ ചുറ്റി ഒരു നിശബ്ദത സൃഷ്ടിക്കുന്നത്. ആ മൗനത്തിന്റെ ഭാഷ നിങ്ങൾ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിനുള്ള ഉത്തരം ലഭിച്ചുകഴിഞ്ഞു എന്നർത്ഥം. ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ യാദൃച്ഛികമായി വന്നതല്ല. കോടിക്കണക്കിന് മനുഷ്യർ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിൽ ഏതോ ഒരു മൂലയിലുള്ള നിങ്ങളുടെ കണ്ണുകളിലേക്ക് ഈ സന്ദേശം എത്തിയിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചം നിങ്ങളെ തെരഞ്ഞുപിടിച്ച് ഒരു രഹസ്യം പറയാൻ വന്നതാണെന്ന് ആഴത്തിൽ വിശ്വസിക്കുക. ഇത് നിങ്ങൾക്കായി പ്രത്യേകമായി നേരിട്ടയച്ച ഒരു രഹസ്യക്ഷണക്കത്താണ്. ഈ പ്രപഞ്ചത്തിന്റെ അൽഗോരിതം ഇന്ന് നിങ്ങളെ വളരെ കൃത്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ നിമിഷത്തിൽ നിങ്ങളുടെ മനസ്സിൽ എത്രയോ ചിന്തകൾ ഓടുന്നുണ്ടാകാം, എത്രയോ അടിയന്തര ജോലികളുണ്ടാകാം, അല്ലെങ്കിൽ മനസ്സ് വിഷമിച്ച് നിങ്ങൾ തളർന്നിരിക്കുന്നുണ്ടാകാം. എന്നാൽ ദയവായി ഇത് ഒഴിവാക്കിപ്പോകരുത്. കാരണം നിങ്ങൾ കടന്നുപോകാൻ കരുതുന്നത് വെറുമൊരു വീഡിയോ അല്ല, നിങ്ങളുടെ വിധിയെത്തന്നെ പൂർണ്ണമായി മാറ്റാൻ പോകുന്ന ഒരു പ്രപഞ്ച സന്ദേശമാണ്. ഇത് മുഴുവനായി ശ്രദ്ധിക്കുക. ഇതിലെ ഓരോ വാക്കും നിങ്ങളുടെ ആത്മാവിനോട് നേരിട്ട് സംസാരിക്കാൻ പോകുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങളുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ഒരു നിശ്ചലതയുള്ളതായി നിങ്ങൾ ആഴത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ? എത്രയൊക്കെ ഓടിയാലും എത്ര കഠിനാധ്വാനം ചെയ്താലും ഒരു ഫലവും ലഭിക്കാതെ നിങ്ങളുടെ ജീവിതചക്രം ഒരേ സ്ഥലത്ത് കുടുങ്ങിക്കറങ്ങുന്നതുപോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. നിങ്ങളെ ചുറ്റുമുള്ളവരെല്ലാം ഏതോ ഒരു ദിശയിൽ വേഗത്തിൽ മുന്നേറുന്നതുപോലെയും നിങ്ങൾ മാത്രം നിങ്ങളുടെ ലക്ഷ്യം തെറ്റി പിന്നിലായിപ്പോയതുപോലെയും ഒരു ചിന്ത നിങ്ങൾക്ക് ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാകും. മറ്റുള്ളവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഒരു തടസ്സവുമില്ലാതെ ലഭിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് ഇത്രയധികം പോരാട്ടങ്ങൾക്ക് ശേഷം, ജീവൻ കൊടുത്തു പോരാടിയ ശേഷം മാത്രം ലഭിക്കുന്നു എന്ന ചോദ്യം പല രാത്രികളിലും നിങ്ങളെ സമാധാനമായി ഉറങ്ങാൻ അനുവദിച്ചിട്ടുണ്ടാകില്ല. ആരോടും തുറന്നു പറയാൻ കഴിയാത്ത കടുത്ത മാനസിക സമ്മർദ്ദവും ശൂന്യതയും ഈ അടുത്ത കാലത്തായി നിങ്ങളെ ബാധിച്ചിട്ടുണ്ടാകും. എന്തിനാണ് എനിക്ക് മാത്രം ഈ കുഴപ്പങ്ങൾ? ഞാൻ ആരോടും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. എന്റെ വഴിയിൽ ഞാൻ ശരിയായി തന്നെയല്ലേ സഞ്ചരിക്കുന്നത്? പിന്നെ എന്തുകൊണ്ട് എനിക്ക് മാത്രം ഈ തുടർച്ചയായ പരീക്ഷണങ്ങൾ എന്ന് ആകാശത്തേക്ക് നോക്കി നിങ്ങൾ പലതവണ ദേഷ്യപ്പെട്ടിട്ടുണ്ടാകും. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഒരു ചെറിയ ഉത്തരം പോലും ലഭിക്കാതെ എല്ലാം ഇരുണ്ടുപോകുന്നതുപോലെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകും. നിങ്ങളുടെ പ്രാർത്ഥനകൾ കാറ്റിൽ അലിഞ്ഞുപോകുന്നതുപോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. എന്നാൽ നിങ്ങളൊരു വലിയ സത്യം ഇപ്പോൾ മനസ്സിലാക്കണം. പ്രപഞ്ചം നിങ്ങൾക്ക് മറുപടി തരാതിരുന്നതല്ല, അത് നിങ്ങളുടെ ചോദ്യങ്ങളെ തള്ളിക്കളഞ്ഞതുമല്ല. മറിച്ച് അത് നിങ്ങൾക്കുള്ള ഉത്തരം വലിയൊരു മൗനത്തിനുള്ളിൽ വെച്ച് വളരെ രഹസ്യമായി തയ്യാറാക്കുകയായിരുന്നു. ആ നിശബ്ദതയ്ക്കുള്ളിൽ നിങ്ങൾക്കായി ഒരു വലിയ വിധി എഴുതപ്പെടുകയായിരുന്നു എന്നതാണ് സത്യം. ഒരു വലിയ കോടതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കേസിന്റെ വിധി വായിക്കുമ്പോൾ ആ മുറിയിൽ എത്രത്തോളം ആഴത്തിലുള്ള നിശബ്ദതയുണ്ടാകുമോ, അതുപോലെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ കർമ്മഫലങ്ങളും തടസ്സങ്ങളും അവസാനിക്കുമ്പോൾ പ്രപഞ്ചവും ഒരു നിശബ്ദത പാലിക്കുന്നത്. ആ നിശബ്ദതയുടെ അവസാനത്തിലാണ് നിങ്ങൾക്കായി വെളിച്ചം നിറഞ്ഞ നല്ലൊരു കാലം പിറക്കാൻ കാത്തിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുപോയ എല്ലാ നഷ്ടങ്ങൾക്കും, നിങ്ങൾ നേരിട്ട വഞ്ചനകൾക്കും വേദനാജനകമായ അപമാനങ്ങൾക്കും ചേർത്ത് പ്രപഞ്ചത്തിന്റെ കോടതിയിൽ ശക്തമായൊരു വിധി മൗനമായി എഴുതിക്കഴിഞ്ഞു. ഈ വിധി നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റാൻ പോകുന്നു. നിങ്ങളെ ചുറ്റുമുള്ളവർ അത്ഭുതപ്പെടുന്ന രീതിയിൽ വളരെ മനോഹരമായി മാറ്റാൻ പോകുന്നു. ഈ പ്രപഞ്ചത്തിന്റെ അനന്തമായ ശക്തിയിൽ നിങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടെങ്കിൽ ഈ വിധി നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് മാത്രമേ വരുത്തൂ എന്ന് നിങ്ങൾ ആഴത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അത് പൂർണ്ണമായി ശ്രദ്ധിക്കുക. നിങ്ങളുടെ മനസ്സിന്റെ വിശ്വാസമാണ് ഈ വലിയ പ്രപഞ്ചശക്തിയെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഏറ്റവും വലിയ കാന്തം. ഈ അടുത്ത കാലത്തായി നിങ്ങൾക്ക് ഉള്ളിൽ ചില വിചിത്രമായ മാറ്റങ്ങൾ നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ചില പ്രത്യേക മനുഷ്യരെ കണ്ടാൽ കാരണങ്ങളൊന്നുമില്ലാതെ അവരിൽ നിന്ന് അകന്നുപോകാൻ തോന്നും. മുൻപ് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ചില ശീലങ്ങളും സ്ഥലങ്ങളും ഇപ്പോൾ പൂർണ്ണമായും മടുപ്പുണ്ടാക്കുന്നുണ്ടാകും. ആളുകൾ കൂടുമ്പോഴുള്ള സ്ഥലങ്ങളേക്കാൾ ഒറ്റയ്ക്കായിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ആശ്വാസവും സുരക്ഷിതത്വവും നൽകുന്നുണ്ടാകും. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു ചെറിയ ഉൾവിളി തോന്നി മറയും. ഏതോ ഒന്ന് നടക്കാൻ പോകുന്നു, എന്തോ ഒരു വലിയ മാറ്റം എന്നെ തേടിവരാൻ പോകുന്നു എന്ന് നിങ്ങളുടെ ഉൾമനസ്സ് നിങ്ങളോട് മെല്ലെ മന്ത്രിക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ അത് എന്താണ് മാറ്റമെന്നോ, ഏത് ദിശയിൽ നിന്നാണ് വരുന്നതെന്നോ, എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നോ നിങ്ങൾക്കൊട്ടും മനസ്സിലായിട്ടുണ്ടാകില്ല. രാത്രിയിൽ പെട്ടെന്ന് കാരണങ്ങൾ ഒന്നുമില്ലാതെ ഉണർച്ച വരുന്നത്,
നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ചില വിചിത്രമായ അടയാളങ്ങൾ തെളിയുന്നത്, ഒരേപോലെയുള്ള അക്കങ്ങൾ വാച്ചിലോ നിങ്ങൾ കടന്നുപോകുന്ന സ്ഥലങ്ങളിലോ യാദൃശ്ചികമായി കാണുന്നത്, ഇവയൊന്നും വെറും സാധാരണ സംഭവങ്ങളല്ല. ഇവയെല്ലാം പ്രപഞ്ചം നിങ്ങളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന രഹസ്യ സൂചനകളാണ്. ആ സൂചനകളുടെ യഥാർത്ഥ അർത്ഥമെന്താണെന്നറിയാമോ? നിങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ തോളിൽ ചുമന്നിരുന്ന പഴയ കർമ്മങ്ങളുടെ ഭാരം പൂർണ്ണമായും അവസാനിച്ചു കഴിഞ്ഞു എന്നതാണ്. നിങ്ങൾ അനുഭവിച്ച വേദനകളുടെ കണക്കുകൾ തീർക്കപ്പെട്ടുകഴിഞ്ഞു. ഇനിമേൽ നിങ്ങളുടെ ജീവിതം ഒരു പുതിയ വെളിച്ചമുള്ള അധ്യായം തുടങ്ങാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് ആ തുടർച്ചയായ ലക്ഷണങ്ങൾ. നിങ്ങൾക്കെതിരായി പ്രവർത്തിച്ചവർ, നിങ്ങളുടെ കഴിവുകളെ കുറച്ചുകണ്ടവർ, നിങ്ങളെ സ്വാർത്ഥതയ്ക്കായി ഉപയോഗിച്ച് ദയയില്ലാതെ തള്ളിക്കളഞ്ഞവർ, ഇവർക്കെല്ലാം പ്രപഞ്ചം തന്റെ മൗനമായ വിധിയിലൂടെ ശരിയായ മറുപടി തയ്യാറാക്കിക്കഴിഞ്ഞു. എന്നാൽ ഇത് ഒരിക്കലും റിവെഞ്ച് അഥവാ പ്രതികാരവിധിയല്ല, മറിച്ച് അവരുടെ മുന്നിൽ നിങ്ങളെ ഉയർത്തി നിർത്തി കാണിക്കുന്ന ഒരു ദൈവിക വിധിയാണ്. നിങ്ങൾക്കായി എഴുതപ്പെട്ട ആ മനോഹരമായ മാറ്റം ഇപ്പോൾ നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തിക്കഴിഞ്ഞു. ഇതുവരെ നിങ്ങൾ പലതവണ മുട്ടിയിട്ടും തുറക്കാത്ത വാതിലുകളും അവസരങ്ങളും ഇനി ഒരു ശ്രമവുമില്ലാതെ സ്വയം തുറക്കപ്പെടും. നിങ്ങൾ തിരഞ്ഞു നടന്ന കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളെ തേടിവരാൻ പോകുന്നൊരത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു. എന്നാൽ ഇവിടെയാണ് നിങ്ങൾ വളരെ ജാഗ്രതയോടും ശ്രദ്ധയോടും ഇരിക്കേണ്ടത്. പ്രപഞ്ചം വലിയൊരു സമ്മാനം നിങ്ങൾക്ക് നൽകുന്നതിനു മുൻപ് എപ്പോഴും ഒരു അവസാന പരീക്ഷണം വയ്ക്കും. ആ പരീക്ഷണം പരിചയമില്ലാത്ത ഒരു വ്യക്തിയുടെ രൂപത്തിലോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ചെറിയൊരു കുഴപ്പത്തിന്റെ രൂപത്തിലോ വരാം. ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ക്ഷമ ഒരു കാരണവശാലും കളഞ്ഞു കുളിക്കരുത്. ആ മൗനമായ വിധിയിൽ നിങ്ങൾക്കായി എഴുതിയിരിക്കുന്ന ആ വലിയ അത്ഭുതം എന്താണെന്നറിയാമോ? ഏത് പ്രത്യേക കാര്യത്തിനായാണോ, ഏതു മറുപടിക്കാണോ നിങ്ങൾ ഇത്രയും മാസങ്ങളായി വർഷങ്ങളായി കാത്തിരിക്കുന്നത്, ആ കാര്യം നിങ്ങളുടെ ഭാവനയ്ക്കുപോലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു പുതിയ രൂപത്തിൽ നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ പൂർണ്ണമായി മാറ്റാൻ പോകുന്ന ആ രഹസ്യമായ സന്തോഷകരമായ മാറ്റം ഈ വാരത്തിനുള്ളിലോ ഉടൻ തന്നെയോ നടക്കാനുള്ള എല്ലാ സാധ്യതകളും പ്രപഞ്ചത്തിൽ വരയ്ക്കപ്പെട്ടുകഴിഞ്ഞു. ആ ഒരൊറ്റ സംഭവം നിങ്ങൾ ഭൂതകാലത്തിൽ നഷ്ടപ്പെടുത്തിയ എല്ലാറ്റിനെയും പല മടങ്ങായി നിങ്ങൾക്ക് തിരികെ തരാൻ പോകുന്നു. ആ വിധി യഥാർത്ഥത്തിൽ എന്താണ്? നിങ്ങൾക്കായി കാത്തിരിക്കുന്ന ആ സന്തോഷകരമായ മാറ്റം ഏതു വഴിയിലൂടെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്? ആ ഭാഗ്യകരമായ നിമിഷത്തെ നിങ്ങൾ എങ്ങനെ ശരിയായി തിരിച്ചറിഞ്ഞു പിടിച്ചെടുക്കും എന്ന രഹസ്യങ്ങൾ ഇനി വെളിപ്പെടുകയാണ്. പ്രപഞ്ചം മനുഷ്യരുടെ യുക്തിക്കോ നമ്മൾ കണക്കുകൂട്ടുന്ന ചെറിയ കണക്കുകൾക്കോ അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. അത് തികച്ചും ഒരു വലിയ ശക്തിയാൽ നമ്മുടെ ഭാവനയ്ക്ക് എട്ടാത്ത കാലത്താൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിലെ തിടുക്കങ്ങൾക്കോ ഭയത്തിനോ പ്രപഞ്ചം അവസരപ്പെട്ട് മറുപടി നൽകില്ല. അത് ശരിയായ സമയത്തിനായി മാത്രം ഇത്രയും നാൾ മൗനമായി കാത്തിരിക്കുകയായിരുന്നു. ആ മൗനം ഇപ്പോൾ മാറുകയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഇതുവരെ വിചാരിച്ചിരുന്നത് നിങ്ങളുടെ ജീവിതം ഒരു ഇരുണ്ട വഴിയാണെന്നും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്നുമാണ്. എന്നാൽ സത്യമതല്ല. ആ ഇരുട്ടൊരു നീണ്ട തുരങ്കത്തിന്റെ നടുഭാഗം മാത്രമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ആ തുരങ്കത്തിന്റെ അവസാന ഭാഗത്തെത്തിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിൽ മെല്ലെ വെളിച്ചം തെളിയാൻ തുടങ്ങിയത്. ആ വെളിച്ചമാണ് പ്രപഞ്ചം നിങ്ങൾക്കായി എഴുതിയ മൗനമായ വിധി. ഈ വിധി വെളിപ്പെടുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. ഇത് വലിയ ശബ്ദത്തോടെയോ ബഹളത്തോടെയോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ല. മറിച്ച് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന വളരെ ചെറിയ മാറ്റങ്ങളിലൂടെയാണ് ഇത് സ്വയം വെളിപ്പെടുന്നത്. ആ മാറ്റങ്ങളെ നിങ്ങളുടെ ഉള്ളം ഇപ്പോൾ വളരെ വ്യക്തമായി അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. ഇന്നലെ വരെ ഉണ്ടായിരുന്ന മാനസിക ഭാരം ഇന്ന് കുറച്ച് അയഞ്ഞതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതാണ് തുടക്കം. നിങ്ങളെ ചുറ്റി നടക്കുന്ന കാര്യങ്ങളെ കുറച്ച് ആഴത്തിൽ ശ്രദ്ധിച്ചു നോക്കൂ. ഇന്നലെ വരെ ഒരു കാരണവുമില്ലാതെ നിങ്ങളെ വെറുത്തവർ അല്ലെങ്കിൽ അവഗണിച്ചവർ ഇപ്പോൾ പെട്ടെന്ന് നിങ്ങളോട് ഒരു മടിയോടെ സംസാരിക്കുന്നതോ നിങ്ങളുടെ സാന്നിധ്യത്തെ ബഹുമാനിക്കാൻ തുടങ്ങുന്നതോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. ഇത് അവരുടെ സ്വഭാവത്തിൽ വന്ന മാറ്റമല്ല, നിങ്ങളുടെ മേൽ പതിഞ്ഞിരിക്കുന്ന പുതിയ പ്രപഞ്ച ഊർജം അവരെ അങ്ങനെ പെരുമാറാൻ പ്രേരിപ്പിക്കുന്നതാണ്. അതുപോലെ ചില മനുഷ്യർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു വഴക്കുമില്ലാതെ നിശബ്ദമായി അകന്നുപോയിട്ടുണ്ടാകും. അവരെ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല. കാരണം നിങ്ങളുടെ പുതിയ ജീവിതയാത്രയ്ക്ക് യോഗ്യതയില്ലാത്തവരെ, നിഷേധാത്മക ചിന്തയുള്ളവരെ പ്രപഞ്ചം തന്നെ ഒരു അരിപ്പ പോലെ പ്രവർത്തിച്ച് നിങ്ങളിൽ നിന്ന് മെല്ലെ മാറ്റുകയാണ്. നിങ്ങൾക്കുള്ളിൽ വലിയൊരു മാനസിക മാറ്റം സംഭവിക്കുന്നത് നിങ്ങൾ തന്നെ അത്ഭുതത്തോടെ നോക്കിക്കാണുന്നുണ്ടാകും. മുൻപത്തെപ്പോലെ ചെറിയ കാര്യങ്ങൾക്കൊന്നും നിങ്ങളിപ്പോൾ പരിഭ്രാന്തരാകുന്നില്ല. ആര് എന്തു പറഞ്ഞാലും അവരോട് തർക്കിക്കണം എന്ന ചിന്ത ഇപ്പോൾ നിങ്ങൾക്ക് വരുന്നതേയില്ല. ആഴത്തിലുള്ള ഒരു ശാന്തത നിങ്ങൾക്കുള്ളിൽ വേരൂന്നിയിരിക്കുന്നു. എന്തിനാണ് ഞാൻ എന്റെ ന്യായങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ തെളിയിക്കുന്നത്?
കാലം എല്ലാത്തിനും മറുപടി നൽകുമെന്ന ധൈര്യം നിങ്ങളുടെ അടിമനസ്സിൽ നിന്ന് ഉയർന്നുവന്നിരിക്കുന്നു. ഈ ധൈര്യമാണ് ആ മൗനമായി എഴുതപ്പെട്ട വിധിയുടെ ആദ്യ ലക്ഷണം. നിങ്ങളെപ്പോൾ നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും പ്രപഞ്ചത്തിന്റെ കൈകളിലേൽപ്പിച്ച് ശാന്തനായോ, അപ്പോൾ തന്നെ പ്രപഞ്ചം അതിന്റെ ജോലി തുടങ്ങിക്കഴിഞ്ഞു. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് വലിയ കാരണങ്ങളൊന്നുമില്ലാതെ പെട്ടെന്ന് സന്തോഷവും പുഞ്ചിരിയും മുഖത്ത് വന്നുമാറും. എല്ലാം ശരിയാകും, ഏതോ നല്ല കാര്യം നടക്കാൻ പോകുന്നു എന്ന അചഞ്ചലമായ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ആഴത്തിൽ പായുന്നു. ഇത് നിങ്ങളുടെ തലച്ചോറ് സ്വയമുണ്ടാക്കുന്ന ചിന്തയല്ല, പ്രപഞ്ചം നിങ്ങളുടെ ആത്മാവിലേക്ക് നേരിട്ടയക്കുന്ന ആശ്വാസ സന്ദേശമാണ്. നിങ്ങളുടെ ഉറക്കത്തിന്റെ സ്വഭാവത്തിൽ പോലും അടുത്തിടെ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. മുൻപത്തെപ്പോലെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ വരാതെ, പ്രകൃതിയോട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ പുതിയ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതുപോലെയോ ഉള്ള സ്വപ്നങ്ങൾ വന്നിട്ടുണ്ടാകാം. രാവിലെ കണ്ണു തുറക്കുമ്പോൾ ഏതോ ഒരു വലിയ ഭാരം ഇറക്കിവെച്ചതുപോലെയുള്ള നേരിയൊരാശ്വാസം നിങ്ങളെ തഴുകിപ്പോയിട്ടുണ്ടാകാം. ഈ മാറ്റങ്ങളെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ നല്ലൊരു ഘട്ടത്തിന്റെ തുടക്കമാണ്. നിങ്ങൾ തിരഞ്ഞു നടന്ന വിവരങ്ങൾ, നിങ്ങൾക്കാവശ്യമായ സഹായങ്ങൾ എന്നിവ തികച്ചും അപരിചിതരായ വ്യക്തികളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന അത്ഭുതം ഇനി ദിവസവും നിങ്ങൾ കാണാൻ പോകുകയാണ്. ഏതോ ഒന്ന് എന്റെ ജീവിതത്തിൽ മെല്ലെ മാറുന്നുണ്ട്, എന്റെ ജീവിതത്തിലെ ഒരു അധ്യായം അവസാനിക്കുകയാണെന്ന ബോധം നിങ്ങളുടെ രക്തത്തിൽ പോലും കലർന്നിട്ടുണ്ടാകും. ആ തോന്നലിനെ മാത്രം ഉറപ്പിച്ചു പിടിക്കുക, അത് നിങ്ങളെ ഒരിക്കലും ചതിക്കില്ല. നിങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ച ദുരിതങ്ങൾക്ക് ശാശ്വതമായൊരവസാനമിടാൻ സമയമായി. നിങ്ങളുടെ കുടുംബത്തിൽ നിലനിന്നിരുന്ന അനാവശ്യ കുഴപ്പങ്ങളും പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥകളും മഞ്ഞുപോലെ മെല്ലെ അലിഞ്ഞുപോകും. എന്നാൽ ഈ വലിയ മാറ്റം നിങ്ങളുടെ കൈകളിലെത്തുന്നതിനു മുൻപ് പ്രപഞ്ചം നിങ്ങൾക്കൊരു ചെറിയ സൂചന അയച്ചുതരും. ആ സൂചന അടുത്ത ഏതാനും മണിക്കൂറുകളിലോ ദിവസങ്ങളിലോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും. ആ ഒരൊറ്റ സൂചന നിങ്ങൾ ശരിയായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വിജയം ഔദ്യോഗികമായി തുറക്കപ്പെട്ടു കഴിഞ്ഞു എന്നർത്ഥം. അത് ഒരു കാരണവശാലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷത്തിൽ, ബന്ധമില്ലാത്ത ഒരു വ്യക്തിയിലൂടെയോ അല്ലെങ്കിൽ സാധാരണ കടന്നുപോകുന്ന വഴിയിലൂടെയോ നിങ്ങൾ മാസങ്ങളായി മനസ്സിൽ ചോദിച്ചിരുന്ന ആഴത്തിലുള്ള ഒരു ചോദ്യത്തിന് കൃത്യമായ മറുപടി ലഭിക്കും. അത് വഴിയിൽ കേൾക്കുന്ന ഒരു വാക്കോ പാട്ടോ ആകാം. ആ നിമിഷത്തിലൊരു ചിലിർപ്പ് നിങ്ങൾക്ക് അനുഭവപ്പെടും. ആ വാക്കോ സംഭവമോ കടന്നുപോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അടഞ്ഞുകിടന്ന വലിയൊരു പാറ പൊട്ടിച്ചിതറുന്നത് നിങ്ങളറിയും. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ഇതിനാണോ ഞാൻ ഇത്രയും നാൾ ഉറക്കം കളഞ്ഞു വിഷമിച്ചത് എന്ന വലിയൊരു വ്യക്തത നിങ്ങളുടെ കണ്ണുകൾ തുറപ്പിക്കും. അതുതന്നെയാണ് നിങ്ങൾക്കായി എഴുതപ്പെട്ട വിധിയുടെ പ്രധാന വെളിപ്പെടുത്തൽ. ഈ വ്യക്തത ലഭിക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ നല്ല മാറ്റങ്ങൾ ഔദ്യോഗികമായി ആരംഭിക്കും. ഇതുവരെ ഏതൊക്കെ കാര്യങ്ങളാണോ നിങ്ങളെ വേദനിപ്പിച്ചത്, ഏതൊക്കെ മനുഷ്യരാണോ നിങ്ങളെ അവഗണിച്ചത്, അവരെയൊക്കെ നോക്കുന്ന നിങ്ങളുടെ കാഴ്ചപ്പാട് പൂർണ്ണമായും മാറും. അവരോടുള്ള ദേഷ്യവും പ്രതികാരചിന്തയും ഒരു നിമിഷം കൊണ്ട് മറഞ്ഞ് ആഴത്തിലുള്ളൊരു പുഞ്ചിരി നിങ്ങളുടെ ചുണ്ടിൽ വരും. കാരണം നിങ്ങൾക്കുള്ള വിധിയെന്നത് മറ്റുള്ളവരെ ശിക്ഷിക്കലല്ല, മറിച്ച് നിങ്ങളെ ആ കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്നും താഴ്ന്ന സാഹചര്യങ്ങളിൽ നിന്നും എന്നേക്കുമായി മോചിപ്പിച്ച് ഉയർന്ന മാനസിക നിലയിലേക്ക് എത്തിക്കുക എന്നതാണെന്ന് നിങ്ങളുടെ ഉള്ളം മനസ്സിലാക്കും. നിങ്ങൾ നഷ്ടപ്പെട്ടതായി കരുതിയതെല്ലാം യഥാർത്ഥത്തിൽ അനാവശ്യമായ ഭാരങ്ങൾ മാത്രമായിരുന്നു എന്ന സത്യം നിങ്ങൾക്ക് വ്യക്തമാകും. അടുത്ത ഏതാനും ദിവസങ്ങളിൽ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ ശക്തിയേറിയ മാറ്റങ്ങൾ നടക്കുന്നത് നിങ്ങൾ കാണും. രാവിലെ ഉണരുമ്പോൾ ഭയമോ ശൂന്യതയോ ഇനിയുണ്ടാകില്ല. പകരം ഈ ദിവസം എനിക്കുള്ളതാണ്, ഇന്ന് ഏതോ നല്ല കാര്യം എന്നെ തേടിവരാൻ പോകുന്നു എന്ന ഉന്മേഷമുണ്ടാകും. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ വ്യക്തിപരമായ കാര്യങ്ങളിലോ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം സ്വയം നീങ്ങിപ്പോകും. മാസങ്ങളായി അഴിക്കാൻ പാടുപെട്ട ഒരു കുരുക്ക് ചെറിയൊരു ചലനത്തിൽ സ്വയം അഴിയുന്നതുപോലെ ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങൾ വളരെ എളുപ്പത്തിൽ ശാന്തമായ പരിഹാരത്തിലേക്ക് നീങ്ങാൻ തുടങ്ങും. മനസ്സിൽ നിലനിന്നിരുന്ന ഇരുണ്ട കുഴപ്പങ്ങൾ സൂര്യപ്രകാശത്തിൽ മഞ്ഞുപോലെ മറയും. ഇനി എന്തു ചെയ്യും എന്ന ഭാവിയെക്കുറിച്ചുള്ള ഭയം മാറി വ്യക്തമായൊരു വഴി തെളിഞ്ഞുവരും. നിങ്ങളുടെ ഓരോ ചുവടും ഇനി ഉറച്ച വിശ്വാസത്തോടെയും ധൈര്യത്തോടെയും മുൻപോട്ട് വയ്ക്കപ്പെടും. കഴിഞ്ഞകാല തെറ്റുകളെ ഓർത്ത് നിങ്ങളെത്തന്നെ ശപിച്ചിരുന്ന ദിവസങ്ങൾക്ക് ഇനി ശാശ്വതമായ അവസാനമായി. ഓരോ കൈപ്പേറിയ അനുഭവവും നിങ്ങളെ പക്വതയുള്ള ആളാക്കി മാറ്റാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട പാഠങ്ങൾ മാത്രമായിരുന്നു എന്ന സത്യം നിങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വലിയൊരു ബഹുമാനവും സ്നേഹവും തോന്നിത്തുടങ്ങും. നിങ്ങളുടെ ചുറ്റുമുള്ള ഊർജം പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾക്ക് മുൻപത്തേക്കാൾ ശക്തിയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ നല്ല മനസ്സോടെ ആഗ്രഹിക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും വൈകാതെ യാഥാർത്ഥ്യമാകാൻ തുടങ്ങും. ഈ സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യവുമുണ്ട്. നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ മനഃശാന്തിയും വ്യക്തതയും കണ്ട്
പഴയ ജീവിതത്തിൽ നിന്നുള്ള ചിലർ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചേക്കാം. നിങ്ങളെ പഴയ കുഴപ്പങ്ങളിലേക്ക് വലിച്ചിഴക്കാൻ അനാവശ്യ തർക്കങ്ങൾ കൊണ്ടുവന്നേക്കാം. അത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഒഴിവാക്കണം. ഒരു കാരണവശാലും വീണ്ടും ആ പഴയ മനോഭാവത്തിലേക്ക് കുടുങ്ങിപ്പോകരുത്. നിങ്ങളെ മുറിവേൽപ്പിച്ച പഴയ ശീലങ്ങൾക്കോ വ്യക്തികൾക്കോ നിങ്ങളുടെ പുതിയ ജീവിതത്തിൽ ചെറിയൊരു സ്ഥാനം പോലും കൊടുക്കരുത്. നിങ്ങളുടെ മനഃശാന്തി എന്നത് നിങ്ങൾ വലിയ വേദനകൾ കടന്ന് സമ്പാദിച്ച നിധിയാണ്. അതിനെ ആർക്കുവേണ്ടിയും കളഞ്ഞുകുളിക്കരുത്. ഒരു നല്ല അവസരം വരുമ്പോൾ തിടുക്കപ്പെടേണ്ടതില്ല. നിദാനമായി പ്രവർത്തിക്കുക. നിങ്ങളുടെ ഉൾമനസ്സ് പറയുന്നത് കണ്ണുകളടച്ച് ശ്രവിച്ച് ആ വഴിയെ മാത്രം അടുത്ത ചുവട് വയ്ക്കുക. അത് നിങ്ങളെ ഒരിക്കലും തെറ്റായ വഴിയിലെത്തിക്കില്ല. നിങ്ങളെ ചുറ്റി നടക്കുന്ന ചെറിയ മാറ്റങ്ങളെ നിസ്സാരമായി കാണരുത്. പെട്ടെന്നുണ്ടാകുന്ന ചിന്തകളും പുതിയ മനുഷ്യരുമായുള്ള പരിചയവുമെല്ലാം വലിയ പദ്ധതിയുടെ ഭാഗങ്ങളാണ്. എല്ലാറ്റിനുമുപരിയായി നിങ്ങളുടെ ഒറ്റപ്പെടലിനെയും മൗനത്തെയും സ്നേഹിക്കാൻ പഠിക്കുക. ആ മൗനത്തിലാണ് നിങ്ങളുടെ ഭാവിയിലേക്കുള്ള താക്കോലുകൾ ഒളിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തിരിഞ്ഞുനോക്കുമ്പോൾ ഇത്രയും നാൾ നിങ്ങൾ ഒഴുക്കിയ കണ്ണീരും നഷ്ടപ്പെട്ട ബന്ധങ്ങളും എത്രത്തോളം അർത്ഥവത്തായിരുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളെ എന്തിനാണ് ആ പ്രപഞ്ചശക്തി ഇത്രത്തോളം പരീക്ഷിച്ചത്, എന്തിനാണ് ചില മനുഷ്യരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വേദനാജനകമായി വേർപെടുത്തിയത് എന്നതിന്റെ പൂർണ്ണമായ കാരണം ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞുകിടക്കുകയാണ്. നിങ്ങളൊരു സാധാരണ വ്യക്തിയല്ല. വലിയ തീച്ചൂളകൾ നീന്തിക്കടന്ന് ഇപ്പോൾ അഗ്നിയിൽ ശുദ്ധിവരുത്തിയ തങ്കം പോലെ ശോഭിക്കുന്ന ഒരാത്മാവാണ് നിങ്ങൾ. നിങ്ങളുടെ ഈ പുതിയ യാത്രയെ തടഞ്ഞു നിർത്താൻ ഇനി ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും കഴിയില്ല. നിങ്ങൾക്കായി മൗനമായി എഴുതപ്പെട്ട ആ വിധി ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ മനോഹരമായൊരു ചിത്രമായി മാറ്റിമറിച്ചിരിക്കുന്നു. ഇനി വരുന്ന കാലങ്ങളിൽ നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടാനോ ഓർത്ത് വിഷമിക്കാനോ ആവശ്യമില്ല. നിങ്ങളുടെ കണ്ണീരിന്റെ കണക്കുകൾ പൂർണ്ണമായി തീർക്കപ്പെട്ടുകഴിഞ്ഞു. നിങ്ങളുടെ നീണ്ട കാത്തിരിപ്പിനുള്ള ഫലം നിങ്ങളുടെ കൈകളിൽ ഭദ്രമായി ഏൽപ്പിക്കപ്പെട്ടുകഴിഞ്ഞു. ഇനി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരവും ശാന്തവുമായ പുതിയൊരു വസന്തകാലം മാത്രമാണ്. നിങ്ങളെ ഇതുവരെ താഴ്ത്തി സംസാരിച്ചവർക്കും അകറ്റി നിർത്തിയവർക്കും മുന്നിൽ നിങ്ങൾ വളരെ ഉയർന്ന സ്ഥാനത്ത് ഗംഭീരവും ശാന്തവുമായ പുഞ്ചിരിയോടെ നിൽക്കാൻ പോകുകയാണ്. നിങ്ങളുടെ യഥാർത്ഥ യോഗ്യതയും നേർവഴിയും ഈ ലോകം പൂർണ്ണമായി മനസ്സിലാക്കുന്നതിനുള്ള വലിയൊരു സാക്ഷിയായി ആ നിമിഷം മാറും. നിങ്ങളുടെ മനസ്സിന്റെ കോണിൽ ഇനിയും എന്തെങ്കിലും ചെറിയ സംശയമോ ഭയമോ ശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇപ്പോൾ തന്നെ പൂർണ്ണമായി ഉപേക്ഷിക്കുക. നിങ്ങൾ വളരെ സുരക്ഷിതനാണ്. നിങ്ങളുടെ ജീവിതം ഏറ്റവും ശരിയായ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പുതിയ മാറ്റത്തെ സന്തോഷത്തോടെയും നന്ദിയോടെയും സ്വീകരിക്കുക എന്നത് മാത്രമാണ്. ഈ മനോഹരമായ മാറ്റം നിങ്ങൾക്കായി മാത്രം പ്രത്യേകമായി തയ്യാറാക്കപ്പെട്ടതാണ്. ഇതിന്റെ ഓരോ പടിയിലും നിങ്ങൾക്കാവശ്യമായ വെളിച്ചവും സുരക്ഷിതത്വവും ലഭിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഈ പുതിയ പ്രകാശപൂർണമായ അധ്യായത്തിന് എന്റെ ആത്മാർത്ഥമായ ആശംസകൾ. നിങ്ങളുടെ ജീവിതം മനോഹരമായി ശോഭിക്കട്ടെ.